ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ മാങ്ങ സീസണാണ്. അപ്പോൾ എല്ലാവരുടെ മുറ്റത്തുള്ള മാവ് പൂത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ പൂക്കാത്ത മാവും പിന്നെ അതുപോലെ പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോവാതെ കായ പിടിക്കാതെ പോകുന്നവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി സ്പ്രേ ചെയ്യാനുള്ള വളവും ഞാൻ ഇതിലോട്ട് കൊടുക്കാനുള്ള വളവും അതിൻ്റെ എന്തെല്ലാം ഗുണങ്ങളാണ്, നമ്മൾ എന്തുകൊണ്ടാണ് ആ വളം കൊടുക്കുന്നത് എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ആ വളം റെഡിയാക്കി എടുക്കുക എന്നുള്ളതും അതിന് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇത് ഏകദേശം ഒരു 2 കൊല്ലമായ ഒരു മാവാണ് കേട്ടോ. ഇത് കാലാപ്പാനിയാണ്. ഞാനിത് അധികം ഹൈറ്റ് പോവാതെ കട്ട് ചെയ്ത് നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നമുക്ക് അടുത്തുനിന്ന് തന്നെ മാങ്ങ പറിക്കാനും അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഒരുപാട് സ്പേസ് ഇല്ലാത്തവർക്കും പിന്നെ അതുപോലെ ഇതിന് താഴെ നമുക്ക് വേറെ ചെടികളൊക്കെ വെക്കാനാണ് വെച്ചാലും ഇത് ഒരുപാട് വലിയ മരമൊക്കെ ആയി പോയി വെച്ചാൽ നമുക്കിതിൻ്റെ താഴെ ഒരുപാട് ചെടികളൊക്കെ വെക്കാൻ, നമുക്ക് പച്ചക്കറി വെക്കാനൊക്കെ സ്ഥലം കമ്മിയായിട്ടുള്ളവർക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതായിട്ട് വെക്കാം കേട്ടോ. എന്നാലും നമുക്ക് നല്ല പൂക്കാനും അതുപോലെ തന്നെ ഒരുപാട് മാങ്ങ കിട്ടാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ചകിരിയൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്കിതുപോലെ നമുക്ക് വെള്ളം കെട്ടി നിർത്താനും അതുപോലെ നല്ലൊരു തണുപ്പ് നിലനിർത്താനും ഏറ്റവും നല്ലതാണ്. അപ്പം നമുക്ക് മാങ്ങ പൂക്കുന്നതിന് മുൻപ് വരെ നമുക്ക് വെള്ളം 2 ദിവസത്തിൽ ഒരു വട്ടം ഒഴിച്ചാലും മതി. ഈ മരത്തിൽ മാത്രമാണ് കേട്ടോ ഞാൻ പറയണത്. ചെറിയ ചെടികൾക്കൊക്കെ ഡെയിലി വെള്ളം ഒഴിക്കണം. പക്ഷെ പൂത്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മൾ എപ്പോഴും ആ ഒരു നനവ് വേണം കേട്ടോ. എന്നാലേ നമുക്കിതുപോലെ മാങ്ങ നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ എല്ലാവരുടെ പ്രശ്നമാണ്, ഒരുപാട് പൂക്കളൊക്കെ വരുന്നുണ്ട് പക്ഷെ കായ് പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വളമാണ് കേട്ടോ ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി, നമുക്കത് വെച്ച് എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കടുകാണ് കേട്ടോ. അപ്പോൾ കടുകിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇതിൽ ധാരാളം സൾഫർ, നൈട്രജൻ അതുപോലെ തന്നെ മാഗ്നീഷ്യം അതിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കടുക്. അതുപോലെ തന്നെ നമുക്കിത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്കിതിൽ ഫംഗസ് കീടങ്ങളൊക്കെ വരുന്നത് തടയാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ കടുക്. അതുകൊണ്ടാണ് നമ്മൾ ഈ വളത്തിൽ മെയിനായിട്ട് നമ്മൾ കടുക് ചേർക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പഴമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് പഴുത്ത പഴമൊക്കെ നമ്മൾ കളയാറാണുള്ളത് അല്ലേ. അപ്പോൾ അതൊന്നും ആരും കളയണ്ട, നമുക്ക് നല്ലൊരു വളമാണ് കേട്ടോ ഇത്. ഇതിൽ ധാരാളം പൊട്ടാസ്യം അതുപോലെ ഫോസ്ഫറസ്, കാൽസ്യം പിന്നെ അമിനോ ആസിഡുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. നമുക്ക് പൂവൊക്കെ കൊഴിയാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ നല്ല ആരോഗ്യത്തോടെയുള്ള കായ്കളൊക്കെ പിടിക്കാനും ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ മാങ്ങയുടെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക, കാരണം നമുക്കിതൊരു സ്പ്രേ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്പ്രേ ആക്കി എടുക്കുന്നുണ്ട്, പിന്നെ നമുക്ക് അടിവെള്ളമായിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം ഏകദേശം ഒരു 3 ലിറ്ററാണ് ഞാനിൽ ചേർക്കുന്നത്. അപ്പോൾ 2 ദിവസം പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ എടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അതുപോലെ തന്നെ വിറ്റാമിൻ ബി, പൊട്ടാസ്യം, ഇരുമ്പ് അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ചെടിക്ക് വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ പൂക്കൾ നല്ല എനർജിയോടെ നിൽക്കാൻ, അതുപോലെ തന്നെ മരത്തിനുണ്ടാവുന്ന ബലഹീനതകളൊക്കെ കുറയ്ക്കാൻ, അതുപോലെ നമ്മുടെ മണ്ണിലുണ്ടാവുന്ന നല്ല ബാക്ടീരിയകളൊക്കെ വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് കഞ്ഞിവെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം പഴവും കടുകൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അടുത്തതായിട്ട് ഒരു 200 ഗ്രാം കടലപ്പിണ്ണാക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കടലപ്പിണ്ണാക്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ ധാരാളം നൈട്രജൻ അതുപോലെ ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് കൂടുതലുള്ളതാണ് കടലപ്പിണ്ണാക്കിൽ. പിന്നെ അടുത്തത് നമുക്ക് വേപ്പെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നീം ഓയിലിന് വേണ്ടി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫംഗസ് ബാധ അതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്.
ഞാനിതിൽ ശർക്കര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര എല്ലാവരും ചേർക്കാറുണ്ട്, പക്ഷെ അതിൻ്റെ കൃത്യമായ ഗുണങ്ങൾ പലർക്കും അറിയാതെയാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അപ്പോൾ ശർക്കര നമ്മൾ എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ നമുക്കിതിൽ ധാരാളം പ്രകൃതിദത്തമായ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ ഇരുമ്പ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ശർക്കരയിൽ. നമ്മളിത് വളത്തിൻ്റെ കൂടെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിലെ നല്ല സൂക്ഷ്മജീവികളൊക്കെ നമുക്ക് കൂടുതലായിട്ട് നിലനിർത്താനും അവർക്കതൊരു ഭക്ഷണമായി അവർക്കത് നല്ല ആക്റ്റീവായിട്ട് നമുക്ക് ഈ വളത്തിന് നല്ലൊരു വളമാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ശർക്കര അതിൽ ചേർക്കുന്നത്. അതുപോലെ തന്നെ പൂക്കളൊക്കെ നല്ല ശക്തമായിട്ട് വളരാനും അതുപോലെ പൂക്കൾ കൊഴിയുന്നത് കുറയ്ക്കാനും അതുപോലെ മണ്ണിലുണ്ടാകുന്ന നല്ല ബാക്ടീരിയകൾക്കൊക്കെ നല്ല ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കുകയും അതുമൂലം നല്ല ബാക്ടീരിയ വളരുകയാണ് വെച്ചാൽ നമുക്ക് നല്ലൊരു വളം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വന്ന് നോക്കിയപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെച്ച കൊമ്പിൻ്റെ തലപ്പ് ഇങ്ങനെ ഉണങ്ങിപ്പോയിരിക്കുകയാണ് വെച്ചാൽ അവിടെ ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം കേട്ടോ. ചില ഭാഗങ്ങളിൽ പെട്ടെന്ന് മുള വരാൻ ചാൻസ് കമ്മിയാണ്. നമ്മൾ ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എന്താണ് പണ്ട് കാലം മുതലേ എല്ലാവരും കട്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെയാണ് കേട്ടോ നമ്മളത് മരങ്ങൾക്ക് എപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ഒരു ഭാഗത്ത് വരേണ്ട പൂവ് അതിങ്ങനെ സ്പ്ലിറ്റായിട്ട് 4 ഭാഗത്തും പൂ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ല ഒരു ടിപ്പാണ്, നമുക്ക് മാവ് പൂക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ബഡ്ഡിങ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. പിന്നെ അടുത്തതായിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത ഇവിടെ തന്നെ പൂ വന്നിരിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ബഡ്ഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തലപ്പൊക്കെ കട്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഇത് പൂക്കാത്ത ഒരു മാവായിരുന്നു. അപ്പോൾ അതിൻ്റെ തലപ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആ വളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല മാങ്ങ സീസൺ, ഇപ്രാവശ്യത്തെ മാങ്ങ സീസണിൽ നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ മാങ്ങ കായ്ച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വേപ്പെണ്ണയൊക്കെ വെച്ചിട്ടുള്ള വളം ചെയ്യണത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ പുഴുവൊന്നും വരാതെ നല്ല മാങ്ങ കിട്ടാനും നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ സ്പ്രേ ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ നല്ല പൂക്കളും ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിരിക്കണ കൊമ്പിൽ അത് ഇങ്ങനെ മുള പൊട്ടി വരാൻ വളരെ പാടാണ്. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വളം ഏകദേശം ഒരു 2 ദിവസം വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ വെക്കുമ്പോൾ നമുക്ക് കടലപ്പിണ്ണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്മെല്ല് വരുമ്പോഴും നമുക്കത് ചെയ്യാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം 2 ദിവസം കൂടുതൽ വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്കിത് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കിത് വളം റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞി എടുത്ത ആ വളത്തിൻ്റെ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ 2 പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ബക്കറ്റ് വെള്ളത്തോളം നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി സ്പ്രേ ചെയ്യാൻ വേണ്ടിയുള്ളത് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാനുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് ഇതിൽ കട്ടിയൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്താൽ കിട്ടില്ല. അപ്പോൾ അതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്ന് വിചാരിക്കേണ്ട, ഇതിപ്പോൾ നമുക്ക് റൂം സ്പ്രേ ചെയ്യുന്നതിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിലും മതി. അപ്പോൾ അതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് പൂക്കളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മാവിൻ്റെ പൂക്കളിലും മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികൾക്കും നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുപോലെ പൂക്കൾക്ക് മാത്രമല്ല ഇലകളിൽ വരുന്ന ഫംഗസ് ബാധ അതേപോലെ കേടുവരലൊക്കെ വരുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ല ആരോഗ്യത്തോടെയുള്ള പൂക്കൾ വരാനും അതുപോലെ തന്നെ എല്ലാ കായ്കളും പിടിക്കാനും ഒക്കെ വളരെ യൂസാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനൊരു ചിലവുമില്ല, നമുക്ക് വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കുമ്പളങ്ങേൻ്റെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതുമാത്രമല്ല നമ്മൾ റോസിലൊക്കെ ആണ് വെച്ചാലും അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറികൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇലകളിലൊക്കെ ഇങ്ങനെ കേടൊക്കെ വരുന്നത് അങ്ങനെ ഒരുപാട് ഫംഗസ് ബാധയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ പൂക്കളൊക്കെ നമുക്കിതുപോലെ ഒരുപാട് കൊഴിഞ്ഞ് പോവാതെ നമുക്ക് പൂക്കളൊക്കെ ഒന്ന് കായ് പിടിച്ച് കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു വളമാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കടലപ്പിണ്ണാക്ക് മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുള്ളൂ, ബാക്കി എല്ലാ സാധനവും നമുക്ക് വീട്ടിലുള്ളതാണ്.
അപ്പോൾ വെണ്ടയ്ക്ക് ഇതുപോലെ വഴുതനങ്ങ നമുക്കിതുപോലെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട് വെച്ചാൽ മസ്റ്റായിട്ട് നമ്മളിത് ചെയ്ത് വെക്കേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേപ്പെണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസം വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുതൽ വെക്കാതെ തന്നെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ദിവസം വെക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിൽ നമുക്ക് പുഴുവൊക്കെ വരാനൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദിവസം വെക്കേണ്ട. നമുക്കിത് റോസിലൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ച് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പച്ചക്കറി തോട്ടും അതുപോലെ ഇതുപോലെ പൂക്കളക്കും എല്ലാത്തിനും നമുക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തളിരിലകളൊക്കെ വരാനും പെട്ടെന്ന് വരാനൊക്കെ നല്ലൊരു ചാൻസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് കൊയ്യാക്കിയിൽ ഞാനിതുപോലെ ഒരുപാട് എറുമ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കതിൽ പൂക്കളും ഇതൊക്കെ വരാനൊക്കെ കുറച്ചൊന്ന് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ പെട്ടെന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, നമ്മളൊന്ന് അതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കൂടി വേണം കേട്ടോ. എപ്പോഴും നമ്മൾ ഒട്ടുതൈയൊക്കെ വെക്കണം വെച്ചാൽ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വളമില്ലേ, അത് ഇതേപോലെ താഴെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ചകിരിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒഴിക്കുകയാണ് വെച്ചാൽ ആ വളം എവിടെയും പോവാതെ അതിൽ തന്നെ നന്നായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ചകിരികളൊക്കെ നമ്മുടെ താഴോട്ട് ഇട്ട് കൊടുക്കണം, അതും ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ വളം നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലൊക്കെ നമുക്ക് വിത്തുകളൊക്കെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് മുളച്ച് കിട്ടാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. അത്രത്തോളം നല്ലൊരു വളമാണത്. അപ്പോൾ ഇതേപോലെ എല്ലാത്തിലും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം പൂക്കാണ്ടിരുന്ന ഒരു നാരങ്ങ ചെടിയാണ്. ഇത് നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ കോവയ്ക്ക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കാണാത്തവരാണ് വെച്ചാൽ ചാനൽ കയറി വീഡിയോസൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബഡ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും നല്ല ഉപകാരമുള്ള ഒരു വളമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.